JKR അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറായിട്ടുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An example of fortified fertilizer. ഫോർട്ടിഫൈഡ് ഫെർട്ടിലൈസറിന്റെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർട്ടിഫൈഡ് ഫെർട്ടിലൈസർ എന്താണെന്ന് അറിയാവോ? ശോഷണം സംഭവിച്ച മണ്ണിനെ ഫലപ്രദമായി പോഷിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത മൈക്രോ ന്യൂട്രിയന്റുകളോട് കൂടിയ ഫോസ്ഫേറ്റും നൈട്രജൻ വളവും കൂട്ടിച്ചേർത്തതാണ് ഈ ഫോർട്ടിഫൈഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബോറോനേറ്റഡ് SSP. ബോറോനേറ്റഡ് SSP ആണ് ഫോർട്ടിഫൈഡ് ഫെർട്ടിലൈസറിന്റെ ഒരു ഉദാഹരണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഇൻ ഹൈബ്രിഡ് നേപ്പിയർ. ഹൈബ്രിഡ് നേപ്പിയറിലുള്ള പോഷക വിരുദ്ധ ഘടകം ഏതാണ്? ഹൈബ്രിഡ് നേപ്പിയറിലുള്ള പോഷക വിരുദ്ധ ഘടകം ഏതാണ്? ഓക്സലേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഈ ഓക്സലേറ്റ്? പച്ചക്കറികള്, പഴങ്ങള്, പരിപ്പ്, ധാന്യങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ, അതാണ് ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിന് ഹൈബ്രിഡ് നേപ്പിയർ ഏതാണ്? ഓക്സലേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടാടൻ system of rice cultivation is participated in pockets of dash. നിങ്ങൾ ഈ കുട്ടാടൻ സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ അത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഉപ്പുവെള്ളത്തില് ഡെൽറ്റ ചതുപ്പുകൾ വറ്റിച്ച് സൃഷ്ടിച്ച ഭൂമിയില് സമുദ്രനിരപ്പിന് താഴെയുള്ള നെൽകൃഷിയെ അനുകൂലിക്കുന്ന ഇന്ത്യയിലെ ഏക സംവിധാനമാണ് ഈ കുട്ടാടൻ സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഉപ്പുവെള്ളത്തില് ഡെൽറ്റ ചതുപ്പുകൾ വറ്റിച്ച് സൃഷ്ടിച്ച ഭൂമിയില് സമുദ്രനിരപ്പിന് താഴെയുള്ള നെൽകൃഷിയെ അനുകൂലിക്കുന്ന ഇന്ത്യയിലെ ഏക സംവിധാനം, അതാണ് കുട്ടാടൻ സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ. അതായത് ഈ കുട്ടാടൻ നെൽകൃഷി സമ്പ്രദായം ഡാഷിലെ പോക്കറ്റ്സിൽ പ്രയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. എവിടെയാണ്? തൃശ്ശൂരിലാണ് അല്ലെ? തൃശ്ശൂരിലെ പോക്കറ്റുകളിൽ പ്രയോഗിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രേറ്റഡ് ലൈം ഈസ് ഓൾസോ നോൺ ആസ്. ഹൈഡ്രേറ്റഡ് ലൈംസ് ജലാംശം ചേർന്ന കുമ്മായം ഡാഷ് എന്നും അറിയപ്പെടുന്നു. എന്താണെന്നാണ് അറിയപ്പെടുന്നത്? സ്ലേക്കഡ് ലൈം എന്നും അറിയപ്പെടുന്നു. ഹൈഡ്രേറ്റഡ് ലൈം ഈസ് ഓൾസോ നോൺ ആസ് സ്ലേക്കഡ് ലൈം. ഒരു രാസസംയുക്തം അതിന്റെ ഫോർമുലയെ CaOH2 ആയി പ്രതിനിധീകരിക്കാം. ഒരു രാസസംയുക്തം അതിന്റെ ഫോർമുലയെ CaOH2 ആയി പ്രതിനിധീകരിക്കാം. അതാണ് സ്ലേക്കഡ് ലൈം. ഹൈഡ്രേറ്റഡ് ലൈം ഈസ് ഓൾസോ നോൺ ആസ് സ്ലേക്കഡ് ലൈം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ലെപ്റ്റോകോള ചൈനീസീസ് ഇനി പറയുന്ന ഏത് കളനാശിനിയോട് സഹിഷ്ണുത കാണിക്കുന്നു? ലെപ്റ്റോകോള ചൈനൽസീസ് ഈസ് ടോളറന്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെർബിസൈഡ്? ലെപ്റ്റോക്ലോവ ചൈനൽസീസ് ഇനി പറയുന്ന ഏത് കളനാശിനിയോട് സഹിഷ്ണുത കാണിക്കുന്നു? ഏത് കളനാശിനിയോടാണ്? ഓപ്ഷൻ സി ആണ് ബിസ്പൈറിബോക് സോഡിയം. ബിസ്പൈറിബോക് സോഡിയത്തിനോട് എന്ന കളനാശിനിയോട് സഹിഷ്ണുത കാണിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സാൾട്ട് ടോളറന്റ് റൈസ് വെറൈറ്റി ഫോർ ഊരുമുണ്ടകൻ ലാൻഡ്സ്. അതായത് ഊരുമുണ്ടകൻ നിലങ്ങൾക്ക് ഉപ്പു സഹിഷ്ണുതയുള്ള നെല്ല്. ഊരുമുണ്ടകൻ ലാൻഡ്സിന് ഉപ്പു സഹിഷ്ണുതയുള്ള നെല്ല് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് 1 and 3. സാഗര അമൃത. സാഗര അമൃത. സാൾട്ട് ടോളറന്റ് റൈസ് വെറൈറ്റി ഫോർ ഊരുമുണ്ടകൻ ലാൻഡ്സ് ഏതൊക്കെയാണ്? സാഗര, അമൃത. ബോത്ത് 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ.
പ്രീമെർജന്റ് ഹെർബിസൈഡ് യൂസ്ഡ് ഇൻ റൈസ് കൾട്ടിവേഷൻ. അതായത് നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന പ്രീമെർജന്റ് കളനാശിനി. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന പ്രീമെർജന്റ് കളനാശിനി ഏതാണ്? പ്രീമെർജന്റ് നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന പ്രീമെർജന്റ് കളനാശിനി വൈറോ സൾഫ്യൂറൻ ഈഥൈൽ. അതായത് സൾഫോണിൽ യൂറിയ കെമിസ്ട്രിയിൽ പെട്ട നെല്ല് കളനാശിനി. സൾഫോണില് യൂറിയ കെമിസ്ട്രിയിൽ പെട്ട നെല്ല് കളനാശിനി അതാണ് വൈറോ സൾഫ്യൂറൻ ഏഥൈൽ. അടുത്ത ക്വസ്റ്റ്യൻ. As per the soil moisture extraction pattern of plants with tap root system, plants absorb -% of moisture from the upper half of the root zone under optimum conditions. അതായത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള ചെടികളുടെ മണ്ണിലെ ഈർപ്പം വേർതിരിച്ചെടുക്കുന്ന രീതി അനുസരിച്ച് സസ്യങ്ങൾ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ റൂട്ട് സോണിന്റെ മുകൾ പകുതിയിൽ നിന്ന് -% ഈർപ്പം ആഗിരണം ചെയ്യുന്നു. എത്ര ശതമാനം ഈർപ്പമാണ് ആഗിരണം ചെയ്യുന്നത്? 70% ഈർപ്പം ആഗിരണം ചെയ്യുന്നു. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള ചെടികളുടെ മണ്ണിലെ ഈർപ്പം വേർതിരിച്ചെടുക്കൽ രീതി അനുസരിച്ച് സസ്യങ്ങൾ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ റൂട്ട് സോണിന്റെ മുകൾ പകുതിയിൽ നിന്ന് 70% ഈർപ്പം ആഗിരണം ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മെത്തേഡ് ഓഫ് സർഫേസ് ഇറിഗേഷൻ സ്യൂട്ടഡ് ഫോർ ലാർജ് മെക്കനൈസ്ഡ് ഫാംസ് വിത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പോഗ്രാഫി ഫോർ ക്ലോസ്ലി ഗ്രോവിംഗ് ക്രോപ്സ്. അതായത് ഈ അടുത്ത് വളരുന്ന വിളകൾക്ക് പരന്ന ഭൂപ്രകൃതിയുള്ള വലിയ യന്ത്രവൽകൃത ഫാമുകൾക്ക് അനുയോജ്യമായ ഉപരിതല ജലസേചന രീതി ഏതാണ്? ബോർഡർ ഇറിഗേഷൻ. ഏതാണ്? ബോർഡർ ഇറിഗേഷൻ. അടുത്തു വളരുന്ന വിളകൾക്ക് പരന്ന ഭൂപ്രകൃതിയുള്ള വലിയ യന്ത്രവൽകൃത ഫാമുകൾക്ക് അനുയോജ്യമായ ഉപരിതല ജലസേചന രീതി ഏതാണ്? ബോർഡർ ഇറിഗേഷൻ. Method of surface irrigation suited for large mechanized farms with almost flat topography for closely growing crops. Border irrigation. Option A ആണ് correct answer. അടുത്ത question. Semi-tolerant crops can tolerate salinity of irrigation water in a range of -ds/m. അതായത് ഈ അർത്ഥസഹിഷ്ണുതയുള്ള വിളകൾക്ക് ഡാഷ് പരിധിയിൽ ജലത്തിന്റെ ലവണാംശം സഹിക്കും. എത്രയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 3-5 ds/m പരിധിയിൽ ജലത്തിന്റെ ലവണാംശം സഹിക്കും. അർത്ഥസഹിഷ്ണുതയുള്ള വിളകൾക്കാണ് ഈ 3-5 dsm/m പരിധിയിൽ ജലത്തിന്റെ ലവണാംശം സഹിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സോയിൽസ് ഓഫ് സെമി എറൈഡ് ആൻഡ് എറൈഡ് റീജിയൻസ് ആർ ഡാഷ്. അതായത് ഈ വരണ്ട പ്രദേശങ്ങളിലെയും മണ്ണാണ് ഏത്? ഡിസേർട്ട് സോയിൽസ് അല്ലെ? ഡിസേർട്ട് സോയിൽസ്. സോയിൽസ് ഓഫ് semi-arid and arid regions are desert soils. എന്താണ് ഈ ഡിസേർട്ട് സോയിൽസ്? ഈ അന്തരീക്ഷം, ബാഷ്പീകരണ, അതുപോലെ തന്നെ സസ്യങ്ങൾ എന്നിവയുടെ ജലത്തിന്റെ ആവശ്യം മഴയേക്കാൾ വളരെ കൂടുതലുള്ള പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് ഈ ഡിസേർട്ട് സോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽസ് ഓഫ് semi-arid and arid regions are desert soils. ഓപ്ഷൻ സി ആണ് correct answer. അടുത്ത question. Black soils of India are locally called as. അതായത് ഇന്ത്യയിലെ കറുത്ത മണ്ണിനെ പ്രാദേശികമായി ഡാഷ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ കറുത്ത മണ്ണിനെ പ്രാദേശികമായി ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? റിഗറസ് എന്ന് വിളിക്കുന്നു. റിഗറസ്. അതായത് എന്താണ് ഈ റിഗറസ് എന്ന് പറഞ്ഞാല്? മണ്ണിന്റെയും കളിമണ്ണിന്റെയും മിശ്രിതവും
ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജൈവ വസ്തുക്കളും അടങ്ങിയ സമ്പന്നമായ മണ്ണ്, അതാണ് ഈ റിഗറസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് സോയിൽസ് ഓഫ് ഇന്ത്യ ആർ ലോക്കലി കോൾഡ് ആസ് റിഗറസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡറി ക്ലേ മിനറൽ ദാറ്റ് ഹാസ് ഹൈ സ്പെസിഫിക് സർഫേസ് ഏരിയ ഈസ്. അതായത് ഈ ഉയർന്ന പ്രത്യേക ഉപരിതല വിസ്തീർണമുള്ള ദ്വിതീയ കളിമണ്ണ് ധാതുവാണ് എന്ത്? മോങ്മോറിയലിയ നൈറ്റ്. മോൺമോറിലിയ നൈറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മോൺമോറിലിയ നൈറ്റ്. അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അലുമിനോ സിലിക്കേറ്റ് ലേഡ് ധാതു, അതാണ് ഈ മോൺമോറിലിയ നൈറ്റ് എന്ന് പറയുന്നത്. അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അലുമിനോ സിലിക്കേറ്റ് ലേഡ് ധാതു. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസൻസ് ഓഫ് CaCO3 ഇൻ സോയിൽസ്. അതായത് ഈ മണ്ണില് CaCO3യുടെ സാന്നിധ്യം അത് വ്യാപനം കുറയ്ക്കുന്നു. ഡിക്രീസ് ദ ഡിസ്പ്രേഷൻ. വ്യാപനം കുറയ്ക്കുന്നു. അതായത് ഈ CaCO3 എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ണാമ്പുകല്ല്, മാർബിള്, ചോക്ക്, മുട്ടാശെല്ലുകള്, ബിവാൾഡ് ഷെല്ലുകള്, പവിഴങ്ങള് എന്നിവയുടെ പ്രധാന ഘടകമായ കാൽസ്യം, കാർബൺ, 3 ഓക്സിജൻ എന്നിവ അടങ്ങിയ സംയുക്തമാണ് ഈ CaCO3. Presence of CaCO3 in soils decreases the dispersion. Option B ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ. NaVIC full form is. NaVIC full form is. എന്താണ് NaVIC യുടെ full form? Navigation with Indian Constellation. Navigation with Indian Constellation. Option B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോ ചാനൽ ഇറോഷൻ ഈസ്. മൈക്രോ ചാനൽ ഇറോഷൻ, അതായത് മൈക്രോ ചാനൽ മണ്ണൊലിപ്പാണ് എന്ത്? റിൽ ഇറോഷൻ. എന്താണ് റിൽ ഇറോഷൻ? സാന്ദ്രീകൃത ജലപ്രവാഹം വഴി മണ്ണ് നീക്കം ചെയ്യൽ, അതാണ് റിൽ ഇറോഷൻ. മൈക്രോ ചാനൽ ഇറോഷൻ ഈസ് മൈക്രോ ചാനൽ മണ്ണൊലിപ്പാണ് റിൽ ഇറോഷൻ, അതായത് സാന്ദ്രീകൃത ജലപ്രവാഹം വഴി മണ്ണ് നീക്കം ചെയ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ. Which of these is not true about nano pesticide formulation? അതായത് നാനോ കീടനാശിനി രൂപീകരണത്തെ കുറിച്ച് ഇവയിൽ ഏതാണ് ശരിയല്ലാത്തത്? അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് നാനോ കീടനാശിനി രൂപീകരണത്തെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫാസ്റ്റ് റിലീസ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്, അതാണ് ശരിയല്ലാത്തത്. ഫാസ്റ്റ് റിലീസ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Slushy soils found in lowlands of Chittoor Taluk is known as. അതായത് ചിറ്റൂർ താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചെളി നിറഞ്ഞ മണ്ണ് ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? പൂന്തൽ പാദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പൂന്തൽ പാടംസ് എന്ന് അറിയപ്പെടുന്നു. പൂന്തൽ പാദംസ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഈ എന്താണ് ഈ പൂന്തൽ പാടംസ്? നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പൂന്തൽ പാടംസ്? കേരളത്തിലെ ഈ പാലക്കാട് ജില്ലയിലെ ഇടതൂർന്ന കറുത്ത പരുത്തി മണ്ണിലാണ് പാലക്കാടൻ മട്ട ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്നത്. ഈ കൃഷി ചെയ്യുന്ന മണ്ണിന്റെ തരം എന്ന് പറയുന്നത് ഈ കൃഷി ചെയ്യുന്ന മണ്ണിന്റെ തരം കാരണം അതിന് അരിക്കൊരു പ്രത്യേക ഭൗമ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൗമമായ സ്വാദ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നെൽപ്പാടങ്ങളെയാണ് പൂന്തൽ പാടം എന്ന് വിളിക്കുന്നത്. മണ്ണില് ധാരാളം കളിമണ്ണും ചെളിയും ഒക്കെ അടങ്ങിയിരിക്കുന്നു, അതാണ് പൂന്തൽ പാടംസ്. അടുത്ത ക്വസ്റ്റ്യൻ. കാറ്റ് ക്ലേ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇൻ. അതായത് ഈ പൂച്ച കളിമണ്ണ് ഒരു സ്വഭാവ സവിശേഷതയാണ്. എന്താണ്? ആസിഡ് സൾഫേറ്റ് സോയിൽ. കാറ്റ് ക്ലേ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇൻ
ആസിഡ് സൾഫേറ്റ് സോയിൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അതായത് ഈ നാച്ചുറൽ സെന്റർ ഫോർ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗസിയാബാദ്. ഗസിയാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഗസിയാബാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.